എ പ്ലസ് ബി ഈസ് ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ എന്ന ഫോർമുല കേൾക്കാത്തവർ വളരെ ചുരുക്കമായിരിക്കും അല്ലേ? എന്താണ് ഈ ഫോർമുല എന്നും എവിടെയാണ് എങ്ങനെയാണ് ഈ ഫോർമുല ഉപയോഗിക്കേണ്ടതെന്നും നമ്മളിൽ പലർക്കും അറിവുണ്ടാവുകയില്ല. ഈ ഫോർമുല എന്താണെന്നും നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ എവിടെ ഉപയോഗിക്കണമെന്നും എങ്ങനെ നമുക്കിതിനെ പ്രയോജനപ്പെടുത്താമെന്നും നോക്കാം. നമ്മൾ പഠിച്ചിട്ടുള്ള പല ഫോർമുലകളും ഇക്വേഷനുകളും നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഉപയോഗിച്ച് വരുന്നുണ്ട്. പൈത്തഗോറസ് തിയറം ഉപയോഗിച്ചുകൊണ്ട് ഒരു ബിൽഡിങ്ങിന്റെ ഉയരം കണക്കൂട്ടി എടുക്കാവുന്നതാണ്. നമ്മുടെ ഇക്വേഷനിലേക്ക് കടക്കാം. എ പ്ലസ് ബി ഹോൾ സ്ക്വയർ. ഫസ്റ്റ് സ്ക്വയർ എന്താണെന്ന് മനസ്സിലാക്കാം. സ്ക്വയർ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് ഒരു സമചതുരമാണ് അല്ലേ? 4 വശങ്ങളും തുല്യ അളവിലുള്ള ഒരു ചതുരത്തിനാണ് നമ്മൾ സമചതുരം എന്ന് പറയുന്നത്. ഒരു സ്ക്വയറിന്റെ ഏരിയ കണ്ടുപിടിക്കുന്നതിനായി അതിന്റെ ഒരു വശത്തിന്റെ അളവിൽ സ്ക്വയർ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്താൽ മതിയാകും. അതായത് 5 മീറ്റർ നീളമുള്ള ഒരു സ്ക്വയറിന്റെ ഏരിയ കണ്ടുപിടിക്കുന്നതിന് 5 × 5 = 25 സ്ക്വയർ മീറ്റർ എന്ന് നമുക്ക് മനസ്സിലാക്കാം. നമ്മൾ കൃഷി ചെയ്യുന്ന വയലുകളും പാടങ്ങളുമെല്ലാം ചതുരാകൃതിയിൽ അല്ലെങ്കിൽ ദീർഘചതുരാകൃതിയിൽ ഉള്ളവയാണെന്ന് നമുക്ക് കാണാം. വിത്ത് വിതയ്ക്കുവാനും അതുപോലെ അളവുകൾ എടുക്കുവാനും എല്ലാം എളുപ്പം ചതുരമായതുകൊണ്ട് ചതുരമെല്ലാം പണ്ട് കാലങ്ങളിൽ വലിയ കൃഷിഭൂമിയിൽ വിത്ത് വിതയ്ക്കാൻ ആവശ്യമായ വിത്തിന്റെ ക്വാണ്ടിറ്റി, അതിന്റെ അളവ് കണ്ടുപിടിക്കാൻ ഈ കൃഷിഭൂമിയെ പല ചതുരങ്ങളായി തിരിച്ച് ഈ ചതുരത്തിനുള്ളിൽ വിതയ്ക്കാൻ ആവശ്യമായ അളവ് കണ്ടെത്തി അത് മൊത്തം ചതുരങ്ങളുടെ എണ്ണം കൊണ്ട് ഗുണിച്ചുകൊണ്ട് എത്രമാത്രം വിത്ത് ആവശ്യമായി വരുമെന്ന് കണക്കുകൂട്ടി അവർ ശേഖരിച്ച് വച്ചിരുന്നത് നമുക്കൊരു ഉദാഹരണത്തിൽ കൂടി ഈ ഇക്വേഷനെ കുറിച്ച് മനസ്സിലാക്കാം. ഒരാൾക്ക് ഒരു ചതുരത്തിലുള്ള പ്ലോട്ട് ഉണ്ടെന്ന് വിചാരിക്കൂ. അയാൾക്ക് 2 മക്കൾ വീതിച്ചു കൊടുക്കാൻ വേണ്ടി തീരുമാനിക്കുന്നു. ഒന്നാമത്തെ ആൾക്ക് ഒരു മൂലയിൽ ചതുരാകൃതിയിലുള്ള ഒരു പ്ലോട്ട് നൽകുന്നു. ആ പ്ലോട്ടിന്റെ സൈഡിലുള്ള അളവിനെ എ എന്ന് മാർക്ക് ചെയ്യാം. ആ പ്ലോട്ടിന്റെ ഏരിയ എന്ന് പറയുന്നത് a × a = a² എന്ന് നമുക്ക് മനസ്സിലാക്കാം. ബാക്കി വരുന്ന പ്ലോട്ട് രണ്ടാമത്തെ ആൾക്ക് കൊടുക്കുന്നു എങ്കിൽ ബാക്കി വരുന്ന ഭാഗത്തെ ബി എന്ന് നമ്മൾ മാർക്ക് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ടോട്ടൽ പ്ലോട്ടിന്റെ വശത്തിന്റെ അളവിനെയാണ് a + b എന്ന് വിളിക്കാൻ. ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ എയും ബിയും ഉള്ളിൽ പ്ലോട്ടുകളായി തിരിക്കുമ്പോൾ നമുക്ക് 4 പ്ലോട്ടുകൾ കിട്ടുന്നതായി കാണാം. 2 സ്ക്വയർ പ്ലോട്ടുകളും 2 റെക്ടാങ്കുലർ പ്ലോട്ടുകളും അല്ലെങ്കിൽ ദീർഘചതുരത്തിലുള്ള പ്ലോട്ടുകളുമായിട്ട് മാറും. ഈ പ്ലോട്ടുകളുടെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് a² എന്നും 2ഉം 3ഉം പ്ലോട്ടിനെ ab എന്നും 4ാമത്തെ പ്ലോട്ടിനെ b² എന്നും ഏരിയ കിട്ടുന്നതായിട്ട് നമുക്ക് കാണാം. എല്ലാ പ്ലോട്ടുകളുടെയും ആകെത്തുകയാണ് നമുക്ക് കിട്ടുന്നത് a² + 2ab + b². 2a അപ്പോൾ ഒരു സമചതുരത്തിന്റെ ഇക്വേഷൻ പ്രകാരം അതിന്റെ സൈഡുകളുടെ സ്ക്വയർ ആണ് ഏരിയ എന്ന് പറയുന്നത്. ഒരു സമചതുരത്തിന്റെ സൈഡ് എന്ന് പറയുന്നത് a + b ആയതുകൊണ്ട് a + b ഹോൾ സ്ക്വയർ = a² + 2ab + b² എന്ന് നമുക്ക് കിട്ടുന്നത്. ലാൻഡ് സർവേ നടത്തുമ്പോഴും അതുപോലെ തന്നെ പ്ലോട്ടുകളെ വിഭജിക്കുമ്പോഴും എല്ലാം നമ്മൾ ഈ ഫോർമുല ധാരാളമായി ഉപയോഗിക്കാറുണ്ട്. ഈ ഫോർമുല യൂസ് നമുക്ക് പ്രയോജനപ്പെടുത്തുന്നത് മറ്റൊരു മെത്തേഡാണ്. നിങ്ങൾ കാൽക്കുലേഷൻ ഉപയോഗിക്കുന്ന മെത്തേഡാണ് ഇവിടെ പറയുന്നത്. 8ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 8 × 8 64 എന്ന് നമുക്ക് ഈസിയായി പറയാൻ പറ്റും. അതുപോലെ തന്നെ 10ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 10 × 10 100 എന്ന് പറയാൻ പറ്റും. എന്നാൽ 103 സ്ക്വയർ എത്രയെന്ന് ചോദിച്ചാൽ നമുക്കൊന്ന് എഴുതി നോക്കാതെ അതിന്റെ വാല്യൂ പറയാനായി സാധിക്കില്ല. ഈസി മെത്തേഡായി നമുക്ക് നോക്കാം. ഒരു പേപ്പറോ പെന്നോ ഒന്നും ഇല്ലാതെ തന്നെ 103നെ നമുക്ക് 100 + 3 ഹോൾ സ്ക്വയർ തിരിച്ച് എഴുതാൻ സാധിക്കും. ഇവിടെ നമ്മൾ a + b ഹോൾ സ്ക്വയർ a² + 2ab + b² എന്ന ഫോർമുല അപ്ലൈ ചെയ്യുകയാണെങ്കിൽ 100ന്റെ സ്ക്വയർ എയുടെ സ്ഥാനത്ത് 100 ആണ്, ബിയുടെ സ്ഥാനത്ത് 300 ആണ്. അപ്പോൾ 100 സ്ക്വയർ + 2 × 100 × 3 + 3² അപ്പോൾ 1069 എന്ന് ഈസി ആയിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും.